പാലാ നഗരസഭയിൽ ഭരണസമിതിക്കെതിരെ LDF അവിശ്വാസം കൊണ്ടുവന്നതോടെ പ്രതിസന്ധിയിലായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നിലവിലെ ചെയർപേഴ്സന് പിന്തുണ പിൻവലിച്ച് പ്രമേയം പാസാക്കിയിരുന്നു. കോൺഗ്രസ് നിലപാടിനെതിരെ UDF ഘടകകക്ഷികൾ രംഗത്ത് വന്നു. മുന്നണിയിലെ തർക്കം നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. പാലാ നഗരസഭയിലെ UDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് ആദ്യം അവിശ്വാസം രേഖപ്പെടുത്തിയത്. സ്വതന്ത്ര മുന്നണിയിലെ ചെയർപേഴ്സണുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസാക്കി. 6 കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയിലായിരുന്നു പ്രമേയം. കോൺഗ്രസ് പ്രമേയത്തെ തള്ളി ജോസഫ് വിഭാഗം ഉൾപ്പെടെയുള്ള UDF ഘടകകക്ഷികൾ രംഗത്ത് വന്നു. ഈ ഘട്ടത്തിലാണ് LDF അവിശ്വാസത്തിനുള്ള നോട്ടീസ് നൽകിയത്. അവിശ്വാസ പ്രമേയത്തോട് കോൺഗ്രസ് കൗൺസിലർമാരുടെ നിലപാട് നിർണായകമാകും. നേതാക്കൾ അനുനയ നീക്കം നടത്തുന്നുണ്ടെങ്കിലും പ്രാദേശിക നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും തീരുമാനം ഉണ്ടാകും വരെ വിഷയത്തിൽ പ്രതികരിക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വതന്ത്ര മുന്നണി. അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ 15 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കും. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം കീഴടങ്ങുമോ എന്നാണ് അറിയേണ്ടത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.